ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു 3-5 പ്രാവശ്യം കണ്ടപ്പോൾ തോമസ് തൂപ്പൽക്കുടിയുടെ ഭാവനയിൽ ഉദിച്ചാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു കാസറ്റ്, ഓഡിയോ കാസറ്റ്, അന്ന് ഓഡിയോ കാസറ്റാണ്. അങ്ങനെ ഈ സാധനം സ്റ്റുഡിയോയിലെത്തി, അങ്ങനെ റെക്കോർഡിങ് തുടങ്ങി. നാഷ്ക വന്നു. നാഷ്ക പറഞ്ഞത് ഡയറക്ഷൻ ഞാൻ ചെയ്യാൻ. നാഷ്കയുടെ കെയർ ഓഫിൽ 3-4 പാരഡി പാട്ടുകളൊക്കെ എഴുതി ഒന്നുകൂടി കളർഫുള്ളാക്കിയ സാധനം. അപ്പം അതിനുശേഷം റെക്കോർഡിങ്ങിന് സമയത്ത് ഞാനും സ്റ്റുഡിയോയിലുണ്ട്. അപ്പം അന്ന് മാമുക്കോയെ ചെയ്യാമെന്നുള്ള വലിയൊരു കോൺഫിഡൻസിൽ നിൽക്കുക. ഞാനിതിൽ മാമുക്കോയെ ചെയ്യേണ്ടത്. നാഷ്ക പറഞ്ഞടാ ഒന്ന് ചെയ്തു നോക്കാൻ തന്നെ. മാമുക്കോ ചെയ്ത് ഏറ്റില്ല, പോരാ, എടാ അത് ശരിയാവില്ല, കാരണം ഇത്രയും ഡിറ്റോ വോയിസ് കൊച്ചിങ്ങനെ ഇപ്പം ജനാർദ്ദൻ എല്ലാം ഡിറ്റായിട്ട് ഇടണം. അപ്പം എനിക്ക് വേറെ ഇല്ല, ഞാൻ പതുക്കെ മാറിയിക്കുക. ഇപ്പോൾ തോമസിന് സങ്കടമായപ്പോൾ തോമസ് പറഞ്ഞു, എടാ നിൻ്റെ ശ്രീനിവാസനൊന്ന് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഞാൻ വന്ന് ഞാൻ മറ്റേ ശ്രീനിവാസൻ്റെ അന്ന് എടുത്തു നോക്കടാന്ന് എടുത്തു നോക്കി. ആടാ ഇത് കുഴപ്പമില്ല, ഇത് മതി, ഫ്രാങ്കായിട്ട് നീ ശ്രീനിവാസൻ ചെയ്ത. അപ്പോൾ നമുക്ക് ശ്രീനിവാസനിലേക്ക്. കുണക്കിട്ട കോഴി കുളക്കോഴി കൊന്നോൻ ചാരുവിലെ വയറ്റാട്ടി, നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം മുഴുകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അപര്യം സിനിമയിലായിരുന്നെങ്കിൽ ഈ തവണത്തോട് വിഷയോടെ നമ്മുടെ വീട്ടിൽ ഷോക്കില്ല. അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാൻ ഇതിലേ പോയി, അച്ഛൻ ഇതിലേ വന്നപ്പോൾ ഞാൻ അതിലേ പോയി. അമ്മാമേ.